കർഷക വിഷയങ്ങളിൽ മമ്മൂട്ടിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട നടൻ കൃഷ്ണപ്രസാദ് സെലിബ്രിറ്റികൾ പറഞ്ഞാൽ മാത്രമേ പിണറായി സർക്കാർ കർഷക വിഷയങ്ങൾ കേൾക്കുന്നുള്ളൂ. കൈരളി ചാലിന്റെ ചെയർമാനും കർഷകനും ഒപ്പം സർക്കാരുമായി അടുത്ത ബന്ധവുമുള്ള ആളായതിനാൽ നെൽകർഷകർക്ക് സംഭരണ വില നൽകാത്തതിൽ ഉൾപ്പെടെ മമ്മൂട്ടി ഇടപെടണമെന്നാണ് കൃഷ്ണപ്രസാദിന്റെ ആവശ്യം. പാലക്കാട് കർഷക സംരക്ഷണ സമിതിയുടെ ചിങ്ങം 1 കരിദിനം റിലേ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാളവണ്ടികളും ട്രാക്ടറുമായി പാലക്കാട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയാണ് കർഷക സംരക്ഷണ സമിതിയുടെ കരിദിനാചരണത്തിന്റെ ഭാഗമായുള്ള റിലേ സമരം ആരംഭിച്ചത്. സിനിമാ താരവും കർഷകനുമായ കൃഷ്ണപ്രസാദ് സമരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ നെൽകർഷകർക്ക് സംഭരണ വില കൃത്യമായി ലഭിക്കുന്നില്ല എന്നും കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാനം തങ്ങളുടെ വിഹിതം വെട്ടിക്കുറച്ച് കർഷകരെ ദ്രോഹിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷവും കർഷകർ ചിങ്ങം 1 കരിദിനാചരണം നടത്തി. അന്ന് നടൻ ജയസൂര്യ ഇടപെട്ടപ്പോഴാണ് സർക്കാർ കർഷക വിഷയങ്ങൾ ശ്രദ്ധിച്ചത്. നിലവിലെ പ്രശ്നങ്ങളിൽ കർഷകനും CPM ചാനലിന്റെ ചെയർമാനും കൂടെയായ മമ്മൂട്ടി ഇടപെടണമെന്നും കൃഷ്ണപ്രസാദ് ആവശ്യപ്പെട്ടു. കാരണം സാധാരണക്കാരായ കൃഷിക്കാരും പറഞ്ഞാൽ കേൾക്കാത്ത സർക്കാരിനോട് സർക്കാരുമായി ഏറ്റവും അടുപ്പമുള്ള അവരുടെ ഒരു ചാനലിന്റെ ചെയർമാൻ കൂടിയായ ബഹുമാന്യനായ മമ്മൂട്ടി, അദ്ദേഹം ഒരു കർഷകനാണ്, നെൽകർഷകനാണ്. തീർച്ചയായും അദ്ദേഹം ഇടപെട്ട് സർക്കാരുമായി സംസാരിച്ച് ഈ കർഷകരുടെ വേദന തിരിച്ചറിഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ തീർച്ചയായും മമ്മൂക്കയെ പോലൊരാളും കൂടെ ഇനി രംഗത്ത് വരേണ്ട ആവശ്യകത വന്നോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം സന്ദേഹത്തിലാണ് ഞങ്ങളിപ്പോൾ. തമിഴ്നാട്ടിലെ കർഷകർക്ക് സംഭരണ വില കൃത്യമായി ലഭിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ഇപ്പോഴും സർക്കാരിന്റെ അനാസ്ഥ തുടരുകയാണ്. കർഷകരെ ദ്രോഹിച്ചതിന്റെ ഫലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായത് എന്നും കൃഷ്ണപ്രസാദ് പറഞ്ഞു. നിങ്ങളെ പോലെയുള്ള ഹതഭാഗ്യരായ പാലക്കാട്ടെ കർഷകർ കേരളത്തോടൊപ്പം നിന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ പോയി കരിദിനത്തിൽ ഇവിടെ നിന്ന് നമുക്ക് സമരം ചെയ്യേണ്ടി വന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഒരു അഭിമാനമാകാവുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുന്ന കർഷകരെ ധിക്കരിച്ചുകൊണ്ട് തിരസ്കരിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രയാണം അത്ര ശുഭകരമല്ല എന്ന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആലപ്പുഴയിലെയും മാവേലിക്കരയിലെയും പാലക്കാട്ടെയും എല്ലാം തെരഞ്ഞെടുപ്പിന്റെ ഫലം കുറച്ചെങ്കിലും കർഷകർ കാണിച്ചു കൊടുത്തു എന്നുള്ളത്. നൂറുകണക്കിന് കർഷകരാണ് കർഷക സംരക്ഷണ സമിതിയുടെ റിലേ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തത്. 2ാം വിള നെല്ല് സംഭരിച്ച ഇനത്തിൽ ജില്ലയിൽ 50 കോടിയോളം രൂപ സർക്കാർ ഇനിയും കർഷകർക്ക് നൽകാനുണ്ട്. മാത്രമല്ല അടുത്തിടെ 3 കർഷക ആത്മഹത്യകളാണ് ജില്ലയിൽ നടന്നത്. ജനം, പാലക്കാട്.